റഷീദേ, ഞാൻ ഇന്ന് വിചാരിക്കുന്നു CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധി വരുന്നില്ല എന്ന് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്ന്. ഞാൻ കേരളത്തിലെ മറ്റു ചാനലുകളും എല്ലാം ഇപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ CPI-യുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, ഉപനേതാവുമായി ബന്ധപ്പെട്ട തർക്കം. ആ വിഷയത്തിലും എക്സാലോജിക് വിഷയത്തിലും CPM പ്രതിനിധികൾ, ഒഫീഷ്യൽ വക്താക്കന്മാർ ചാനലുകളിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ അധികാരത്തിൽ നിന്ന് മാറി 3 മാസമായിട്ടും പലപ്പോഴും ചാനലുകൾ വരാൻ പറ്റുന്നത് ചില വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ആഭ്യന്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചിലപ്പോൾ ചർച്ചയ്ക്ക് അളവിടാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എക്സാലോജിക് എങ്ങനെയാണ് CPM-ന്റെ ഒരു ആഭ്യന്തര വിഷയമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. LDF-ന്റെ ഒരു ആഭ്യന്തര വിഷയമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ മെസ്സി തട്ടിപ്പിന്റെ പേരിൽ ചർച്ചയ്ക്ക് ആളവിട്ടില്ല, ഉപനേതാവ് തർക്കത്തിൽ ആളവിടുന്നില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആലപ്പുഴ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയം, MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം, ശബരിമല, ഇങ്ങനെ ഓരോ വിഷയത്തിലും CPM-ന് ആളവിടാൻ പോലും പറ്റാത്ത ഗതികേടിലേക്ക് പോയത് കഴിഞ്ഞ 10 വർഷക്കാലം അവർ ചെയ്ത തോന്നിവാസം എന്ന് തന്നെ പറയണം. അതിന്റെ പാപഭാരം വേട്ടയാടുന്നുണ്ടാണ്. ഇവിടെ തന്നെ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മുതലക്കുളം മൈതാനത്ത് വിളിച്ചു ചേർത്ത വിശദീകരണ യോഗത്തിന് ശേഷം പോലും പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കന്മാർ മാധ്യമങ്ങളിൽ വരണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ ഉൾപ്പെടെ 2-3 ദിവസം അവർ വന്നു. അപ്പൊ ഇന്നലെ പറഞ്ഞത് ഇന്ന് പറയാൻ പറ്റാത്ത ഗതികേടിലേക്ക് എത്തിയെന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ? ഇവിടെ എക്സാലോജിക്കും വീണ വിജയനും സെപ്പറേറ്റ് വ്യക്തികളാണ്, സെപ്പറേറ്റ് കമ്പനിയാണ്, പാർട്ടിയുമായി ഒരു ബന്ധമില്ലെന്ന് പറയുന്നു. പിന്നെ എന്താ ഇവർക്ക് വരാൻ മടി? CPM-നെ ബാധിക്കുന്ന വിഷയമല്ല, അതുകൊണ്ട് CPM പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും വേട്ടയാടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വന്ന് പറയണ്ടേ? വീണ ഒരു സ്വകാര്യ വ്യക്തിയാണ്, അവരുടെ സ്വന്തം ബിസിനസ്സാണ്. എക്സാലോജിക്ക് ഒരു സ്വകാര്യ കമ്പനിയാണെങ്കിൽ പിന്നെ CPM എന്തിനാണ് മറുപടി പറയാൻ മടിക്കുന്നത്? CPM വന്ന് അതിനെ തള്ളിപ്പറയോ പിന്തുണയ്ക്കോ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയണമല്ലോ. ഇവിടെ CPM അഭിപ്രായം പറയേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടിയായിട്ട് 2,78,00,000 രൂപ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് തുടങ്ങുന്നത് 2021 നിയമസഭയിൽ PT തോമസിന്റെ ഒരു ആരോപണത്തെ തുടർന്നാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ മെന്റർ ജയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ കളങ്കിത വ്യക്തിത്വങ്ങളിൽ പെടുന്നതാണെന്ന് CPM നേതൃത്വത്തിന്റെ തന്നെ നിലപാടുണ്ട്. അങ്ങനെ ഒരു കളങ്കിത വ്യക്തിത്വം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ മെന്റർ ആയിരിക്കുന്നത് എന്നുള്ള ചോദ്യം തുടങ്ങിയപ്പോൾ തന്നെ അന്ന് പിണറായി വിജയൻ ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് വിശ്വസിച്ച ആളുകൾ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ബിനീഷ് കോടിയേരിക്ക് സമാനമായ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വന്നപ്പോൾ, ബിനീഷ് കോടിയേരി ജയിലിൽ പോകുന്ന സമയം വന്നപ്പോൾ അന്ന് പിണറായി വിജയന്റെ നിലപാട് എന്തായിരുന്നു? ആ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ, അവരന്വേഷിക്കട്ടെ, അയാൾ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയാണല്ലോ, പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞു. അന്ന് അക്കാര്യത്തിൽ മാന്യനായ കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട് എന്തായിരുന്നു? അതെന്റെ മകന്റെ കേസാണ്, പാർട്ടിക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പോലും പിണറായി വിജയന്, വീണ തൈക്കണ്ടിലിന്റെ പിതാവായിട്ടുള്ള പിണറായി വിജയൻ ഇന്ന് സാധിക്കുന്നില്ല. ബിനീഷ് കോടിയേരിക്ക് സംരക്ഷണം കൊടുക്കാതിരുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറും CPM-ന്റെ നേതാക്കന്മാരും തെരുവിൽ അണിനിരുന്ന് ED-യുടെ വണ്ടി ആക്രമിച്ച് മൊട്ടയും ഇഷ്ടിയും എറിഞ്ഞ് ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. അതെന്താ? ബിനീഷ് കോടിയേരി പാർട്ടി മെമ്പറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ തൈക്കണ്ടിയിൽ ഒരു പാർട്ടി മെമ്പറുടെ, പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മകള് മാത്രമാണ്. അപ്പൊ പാർട്ടി മെമ്പറായിട്ടുള്ള ബിനീഷ് കോടിയേരിക്ക് കൊടുക്കാത്ത ഒരു സംരക്ഷണം പോളിറ്റ് ബ്യൂറോ മെമ്പർ, പാർട്ടി മെമ്പറായിട്ടുള്ള ആളുടെ മകൾക്ക് കൊടുക്കുന്നത് എന്ത് തരം പ്രിവിലേജ് ആണെന്ന് നമുക്ക് ഉത്തരമില്ല. അടുത്തത്, ഈ ചർച്ചയ്ക്ക് പോലും അടിസ്ഥാനമില്ലല്ലോ രാഷ്ട്രീയം. ഇപ്പൊ നമ്മൾ കുറെ കാലമായി, 2-3 കൊല്ലമായി പറയുന്നു എന്ത് സേവനമാണ് കൊടുത്തത്, അതിന് ഉത്തരവില്ല. രഹസ്യ കരാറാണ് അത്രേ. 2,78,00,000 രൂപ മാസപ്പടിയും മറ്റു തുകയും ഒക്കെ കൈപ്പറ്റാൻ മാത്രം എന്ത് വിലപ്പെട്ട സേവനമാണ് കൊടുത്തത്, അതും അറിയില്ല. ഇത്ര വിലപ്പെട്ട സേവനം കൊടുത്ത CEO ആയിട്ട് ഒരു കമ്പനിയിൽ പഠനം കഴിഞ്ഞ് അപ്പോൾ തന്നെ CEO ആകുന്നത് ലോകത്തിലെ ആദ്യത്തെ ആൾ ഇവരാകാൻ സാധ്യതയുള്ളൂ. എനിക്കൊന്നും അതിന് വലിയ അനുഭവം വേറെ ആളുകളെ കുറിച്ചിട്ട് അറിയില്ല. പക്ഷെ അങ്ങനെ CEO ആയ, എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാൾ സ്വന്തം നിലയിൽ ഒരു കമ്പനി തുടങ്ങുന്നു, എക്സാലോജിക്. ആ കമ്പനി ഇങ്ങനെ വലിയ കോടികൾ വരുമാനം വാങ്ങുന്നു, മാസപ്പടി വാങ്ങുന്നു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ അത് പൂട്ടുന്നു, നഷ്ടത്തിലായി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു തരത്തിലും മനുഷ്യന്റെ സാമാന്യ ബോധത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇനി അടുത്തത് എന്താ? ഇത് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പാർട്ടി വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ വേട്ടയാടുന്നതെന്ന്. അങ്ങനെയല്ലല്ലോ. പിണറായി വിജയൻ വീണ വിജയന്റെ അച്ഛനാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ പിണറായി വിജയൻ ഒരു ബന്ധമില്ലെങ്കിൽ അദ്ദേഹം അങ്ങ് മാറി നിൽക്കണ്ടേ? വീണ ഒരു സ്വകാര്യ വ്യക്തിയാണ്, അന്വേഷണം നേരിട്ടെ എന്നുള്ള നിലപാട് എടുക്കണ്ടേ? റിയാസിനെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ വാർത്തകൾ വരുന്നു. പക്ഷെ അങ്ങനെ ഇല്ല എന്ന് CPM നേതാക്കന്മാർ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു. പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞു. പിന്നെ ഇതെങ്ങനെയാ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാകുന്നത്? പാർട്ടിക്കെതിരെയുള്ള അന്വേഷണമാണെന്ന് ഇവരെങ്ങനെ വരുത്തി തീർക്കുന്നത്? ഇനി പറയുന്നത് ഒരു വലിയ തുകയല്ലെന്ന്. CPM നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതൊരു വലിയ തുകയൊന്നുമല്ല, അവരിപ്പോൾ നടത്തുന്ന ഇടപാടുകളൊക്കെ വെച്ച് നോക്കിയിട്ട്. പക്ഷെ പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് കൈകൾ ശുദ്ധമാണെന്ന് പറയുമ്പോൾ സ്വന്തം സഖാക്കന്മാർക്ക് പോലും മനസ്സിലാകുന്നുണ്ട് കയ്യിൽ നിറച്ച് കരിമണലും അഴിമതിയുടെ കറയും പുരണ്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇന്ന് മുതലക്കുളം മൈതാനത്ത് വന്ന പാർട്ടി പ്രവർത്തകർ
പ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞു പോയത്. MP ഗോവിന്ദൻ സംസാരിക്കുന്ന സമയത്ത് തന്നെ പാർട്ടി പ്രവർത്തകർ എഴുന്നേറ്റ് നടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകന്മാരെ അണികളെ തൃപ്തിപ്പെടുത്താൻ പോലും പറ്റാത്ത വാദങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. അവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചു പോയ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് നിർത്തി, അദ്ദേഹം മറ്റു തിരക്കിൽ പോയി, ശ്രീ M ജയചന്ദ്രൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഡയറി കുറിപ്പിൽ കുറെ പേരുണ്ടല്ലോ എന്ന്. ഇത്രയും ദിവസം CPM-ന്റെ ആളുകൾ പറഞ്ഞത് എന്താ? CPM-ന് വേണ്ടി വാദിക്കാൻ വരുന്നവർ പറഞ്ഞത് എന്താ? ജയിൻ ഹവാല കേസിൽ ഡയറി കുറിപ്പുകൾ, അതിനെ തുടർന്ന് സുപ്രീം കോടതി വിധിയുണ്ട്, ഡയറി കുറിപ്പുകൾ ആധാരമാക്കണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ ആധാരമാക്കണ്ട എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയറി കുറിപ്പ് ആധാരമാക്കണമെന്ന് ഇവർ പറയുന്നു. ഞങ്ങളും പറയുന്നു ആധാരമാക്കിക്കോട്ടെ. മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ, മത സാമുദായിക നേതാക്കന്മാർ, മാധ്യമ സ്ഥാപനങ്ങൾ മറ്റാർക്ക് കൊടുത്ത പണത്തെക്കുറിച്ചും അന്വേഷിക്കട്ടെന്നേ, അന്വേഷിക്കേണ്ടെന്നല്ലോ പറഞ്ഞത്. അവരൊക്കെ വാങ്ങി അത് പാർട്ടി പ്രവർത്തനത്തിനും സംഘടനാ പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കുമാണ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കള്ളം പറഞ്ഞത് ഒരു PV ആണ്. ആ PV നമ്മളൊക്കെ വിചാരിക്കുന്ന പിണറായി വിജയൻ എന്നാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു ആ PV ഞാനല്ല എന്ന്. ആ PV അതും അന്വേഷിച്ചാൽ അത് പിണറായി വിജയനിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അദ്ദേഹം ഈ വയസ്സാം കാലത്ത് ജയിലിൽ പോകരുത് എന്നുള്ളതാണ്. കള്ളം പറഞ്ഞല്ല ഇതിനെ പ്രതിരോധിക്കേണ്ടത്. അടുത്ത കാര്യം എന്താ? ഈ ED-യുമായി ബന്ധപ്പെട്ട വിഷയം. ED-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ED-ക്ക് വിശ്വാസത്തില്ലാത്ത ഒരു ഏജൻസിയാണ്. നമുക്ക് ഒരു തർക്കവുമില്ല. ഒരുപാട് കേസുകൾ, അതിന്റെ കൺവിക്ഷൻ റേറ്റ് അവരുടെ രാഷ്ട്രീയ വേട്ടയാടലിനുള്ള പൊളിറ്റിക്കൽ ടോളായിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അവർ ചില കേസുകൾ അന്വേഷിക്കണ്ടേ? ഈ രാജ്യത്ത് നിയമം വെച്ചിട്ട് ചില കേസുകൾ അവർ അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണല്ലോ. അവർ അന്വേഷിക്കുന്ന പ്രൊസീജിയർ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇപ്പൊ MR അജിത് കുമാർ ഒരു കളങ്കിത ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിനെതിരെ സർക്കാർ നടപടിയെടുത്തിരിക്കുന്നു എന്ന് വെച്ചിട്ട് ആ സർക്കാർ ഉദ്യോഗസ്ഥന്റെ സമയത്ത് നടന്ന അന്വേഷണങ്ങൾ അദ്ദേഹത്തിന് അന്വേഷിക്കാനുള്ള അധികാരമുണ്ട്. അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അത് പറയാതെ ED നടത്തുന്ന പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങളെ വെച്ചിട്ട് മാത്രം ഇതിനെ അഡ്രസ് ചെയ്യാൻ നോക്കിയാൽ സ്വന്തം പ്രവർത്തകർക്ക് പോലും അത് വിശ്വസിക്കാൻ സാധിക്കില്ല. ED-യുടെ രേഖകളോ അല്ലെങ്കിൽ ED-യിൽ നിന്നുള്ള വിവരങ്ങളോ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലെ വിവരങ്ങളോ വെച്ച് മാധ്യമങ്ങൾ എന്തെങ്കിലും വാർത്ത ചെയ്താൽ മാധ്യമങ്ങളുടെ ചീട്ട് കിട്ടിയിട്ടല്ല CPM ഇത്രയും കാലം നിന്നത് എന്ന മാസ് ഡയലോഗ് കൊണ്ട് കാര്യങ്ങൾക്ക് മറുപടിയായോ, ഉയർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. മാധ്യമങ്ങളെ കടന്നാക്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു പ്രതിരോധ മാർഗം എന്ന നിലയ്ക്ക് CPM ഈ അടുത്ത കാലത്ത് അവലംബിച്ചു കണ്ടിട്ടുള്ളത്. മാധ്യമ വിമർശനം വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ മാധ്യമ വാർത്തകൾക്ക് നിദാനം, അടിസ്ഥാനം എന്ന് പറയുന്നത് ED-യിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ED-യുടെ കണ്ടെത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ അവരെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട്, എവിടെ നിന്നാണോ വിവരം അവരെ കോട്ട് ചെയ്തുകൊണ്ട് ആണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ. നിങ്ങളുടേത് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും ചാനലുകളും ഒക്കെ കേരളത്തിലെ കോൺഗ്രസിനെയും ഇന്ത്യയിലെ കോൺഗ്രസിനെ എത്രയോ വട്ടം വിമർശിച്ചിട്ടുണ്ട്. അതിൽ ശരിയുണ്ടാകും, ചിലപ്പോൾ നിങ്ങളുടെ ചില നരേറ്റീവുകൾ ഉണ്ടാവും, പലതും ഉണ്ടാവും. ഞങ്ങൾ തിരിച്ചും അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ തിരുത്താനായിട്ട് അവസരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളെ അല്ല CPM വായടപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും നോക്കേണ്ടത്, സ്വന്തം പാർട്ടിയുടെ സഖാക്കന്മാരെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഈ 2-3 ദിവസം കഴിഞ്ഞ 3 വർഷക്കാലം അഭിപ്രായം പറയാൻ വരാതിരുന്ന ആളുകൾ ഇടയ്ക്ക് എപ്പോഴോ എക്സൽ ലോജിക്കിന്റെ സേവനങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എക്സൽ, പവർ ബിൽഡർ, ടാലി, MS ഓഫീസ് ആണെന്നൊക്കെ പറഞ്ഞ് അടിച്ചു കയറ്റി വിട്ട ആളുകളൊക്കെ പിന്നീട് ഒരു 3 വർഷത്തോളം ഒരു അഭിപ്രായവും പറയാൻ വന്നില്ല. ഏതെങ്കിലുമൊക്കെ സഹയാത്രികരെ വിടും, ആ പാവങ്ങൾ ഇങ്ങനെ ചീത്ത കേട്ട് അതിൽ മറുപടി കേട്ട് അവശതയായി തിരിച്ചു പോകും. അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ഒരു 3 ദിവസം ചാനലിലേക്ക് എല്ലാവരും പ്രതിനിധികളായിരിക്കും. ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചത് ഇവർക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്നാ. ഒന്നും ഉണ്ടായില്ല. പഴയ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചേ ഉള്ളൂ. ഇന്നിപ്പോ മുതലക്കുളം മൈതാനത്തെ സമ്മേളനം ഞാൻ വലിയ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. CPM ഈ സമ്മേളനം നടത്തിയിട്ട് എന്താണ് രാഷ്ട്രീയമായിട്ട് ഇതിനൊരു വിശദീകരണം കൊടുക്കുന്നതെന്ന്. പരമപരാജയമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പരമപരാജയം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പോലുള്ള ആളുകളൊക്കെ ഈ പാർട്ടിയുടെ അവസാനത്തെ അണിക്കല്ലടിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഈ ചർച്ചയിൽ തന്നെ പാർട്ടി പ്രതിനിധികളെ വിട്ടില്ല, സഹയാത്രികനായിട്ടുള്ള ആള് മറ്റു തിരക്കുകാരനോട് പോകേണ്ടി വന്നു. പാർട്ടിയെ, കേരളത്തിലെ CPM-നെ അനാഥമാക്കി ഇട്ടിട്ട് പോയില്ല ഇവര്. ഞാൻ ചോദിക്കുന്നത്, CPM-നോട് ഒരുപാട് രാഷ്ട്രീയ വിമർശനങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടി പൊളിറ്റിക്കൽ കോസിന് വേണ്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ പാർട്ടിയെ ഇന്ന് വീണ തൈക്കേണ്ടിയിൽ എന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയിട്ട് പെരുവഴിയിൽ അനാഥമാക്കിയിട്ടിട്ടാണ് സഹയാത്രികർ ഉൾപ്പെടെ ഇട്ടിട്ട് പോകുന്നത്. ഇതിന് ആരെ മറുപടി പറയേണ്ടത്? സ്വന്തം മകളായതുകൊണ്ടാണ് ഈ ആക്ഷേപം വരുന്നതെന്ന് പറയുന്നു. വിശദീകരണങ്ങൾ ചുരുങ്ങിയപക്ഷം പാർട്ടിക്കാർക്ക്, മുന്നണിയിലുള്ളവർക്ക്, പിന്നീട് നാട്ടുകാർക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ചർച്ചയിൽ ഉയരുന്ന പൊതു ആവശ്യം. CPM പ്രതിനിധി ഇല്ല, നേരിട്ട് മറുപടി പറയാൻ. വളരെയധികം നന്ദി ശ്രീ ജിൻഡോ ജോൺ.